ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സൺസ്ക്രീനെ കുറിച്ച് പറയാനാണ്. സൺസ്ക്രീൻ ഇടുന്നതിനെ കുറിച്ചോ സൺസ്ക്രീൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നോ സൺസ്ക്രീൻ ഇടാതിരുന്നാലുള്ള ദൂഷ്യങ്ങളെ കുറിച്ചോ അതൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എങ്ങനെയാണ് എനിക്കത് വർക്കാകുന്നത്, ഞാൻ യൂസ് ചെയ്തേക്കുന്ന സൺസ്ക്രീൻ ഏതൊക്കെയാണ്, അത് എത്രത്തോളം നല്ലതാണ് ചീത്തയാണ് എന്നൊക്കെ ആ സൺസ്ക്രീനുകളെ കുറിച്ച് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീനുകളെ കുറിച്ചുള്ള റിവ്യൂ പറയാനാണ്. അപ്പൊ നമുക്ക് അധികം സംസാരിച്ച് സമയം കളയാണ്ട് വീഡിയോയിലേക്ക് പോകാം. 3 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ആണ് ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത്. റീക്കോളിന്റെ അൾട്രാ ട്രൈ ടച്ച് സൺസ്ക്രീൻ ആണിത്. നല്ലൊരു സൺസ്ക്രീൻ ആണ് ഇത്. പിന്നെ എന്റെ കോമ്പിനേഷൻ സ്കിൻ ആണ് ഇത്. കോമ്പിനേഷൻ ഓയിലി പിന്നെ നോർമൽ സ്കിൻ ടോൺ വരെ ഇത് പോകും. നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. 6 മണിക്കൂർ പ്രൊട്ടക്ഷൻ ഉണ്ട്. നേരത്തെയൊക്കെ ഇതൊരു 4 മണിക്കൂർ കഴിയുമ്പോൾ റീഅപ്ലൈ ചെയ്യേണ്ടി വന്നിരുന്നു. ഇപ്പോൾ ഞാനിത് പിന്നെ ഒരു 5-6 മാസമായിട്ടാണ് കണ്ടേക്കുന്നത്. 6 മണിക്കൂർ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. ആദ്യമൊക്കെ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 790 രൂപയായിരുന്നു, അതായത് 800 രൂപ. ഇപ്പൊ ഇത് അവർ റേറ്റ് കുറച്ചിട്ട് 645 രൂപ ആക്കിയിട്ടുമുണ്ട്. പിന്നെ കൂടാതെ 6 മണിക്കൂർ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പൊ ഇത് നല്ലൊരു സൺസ്ക്രീൻ ആണ്. എനിക്ക് ഒരുപാട് സൺസ്ക്രീൻ മാറി മാറി യൂസ് ചെയ്തിട്ട് അവസാനം ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തേക്കുന്നതാണ് ഇതില്. എനിക്കൊരു ഇതുണ്ട്, ഞാൻ പിന്നെ ഇങ്ങനെ മാറി മാറി ഒത്തിരി അത് കാണുന്നതെല്ലാം വാങ്ങിച്ച് അങ്ങനെ സ്കിന്നിൽ ഞാൻ പരീക്ഷിക്കത്തില്ല. ഞാനിങ്ങനെ മാറി മാറി യൂസ് ചെയ്ത് നോക്കും. എനിക്ക് ഏതാണോ നല്ലതായിട്ട് തോന്നിയാൽ ഞാൻ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുവാണ് ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് സ്കിന്നിന് വേണ്ടി നമ്മുടെ ഫേസിലൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെ ഞാൻ ചെയ്യാറില്ല. അല്ലാതെ പുതിയത് കാണുമ്പോൾ അത് മാറ്റി മാറ്റി വാങ്ങിച്ച് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ചിലത് നമുക്ക് ട്രൈ ചെയ്യണമെന്ന് തോന്നൂല, ഒരുപാട് ഹൈപ്പായിട്ട് നിൽക്കുന്നത്, അങ്ങനെ കണ്ട് ഞാൻ വാങ്ങി യൂസ് ചെയ്യാറുണ്ട്. ചിലത് ഫ്ലോപ്പ് ആവാറുമുണ്ട്. ഇത് പക്ഷേ അങ്ങനെ തപ്പി ലാസ്റ്റ് എനിക്ക് കിട്ടിയ നല്ലൊരു സൺസ്ക്രീനാണ് റീക്കോളിന്റെ അൾട്രാ ടച്ച് മാറ്റി സൺസ്ക്രീൻ. ഇതിട്ട് കഴിയുമ്പോൾ പ്രൈമർ ഒന്നും യൂസ് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. എന്നാലും പ്രൈമറിന്റെ വർക്ക് ചെയ്യും, സൺസ്ക്രീനിന്റെ വർക്ക് ആണല്ലോ ചെയ്യുന്നത്. സൺസ്ക്രീൻ മസ്റ്റായിട്ട് എല്ലാവരും യൂസ് ചെയ്യണം കേട്ടോ. ഡോക്ടർമാരും എല്ലാവരും പറയുന്നില്ലേ മസ്റ്റ്. കാരണം ഇപ്പോഴത്തെ UV റൈസ് ഒക്കെ അത്രമാത്രം ഹാർഡാണ്. അതുകൊണ്ട് നമ്മൾ മസ്റ്റായിട്ട് പുറത്തിറങ്ങുമ്പോഴല്ല, അകത്തിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഈ ഫോണൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നവരാണ്ട് ഇപ്പം മസ്റ്റായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഇത് ഞാൻ സ്ഥിരം എപ്പോഴും ഒരു സ്റ്റോക്ക് എൻ്റെ കാണും. ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കറന്റ് ഇത് ഇങ്ങനായി. പിന്നെ ഈ സൺസ്ക്രീനെ കുറിച്ച് പറയുകയാണ്, ഇത് SPF 50 ഉണ്ട്, PA4+ ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. നല്ല രീതിയിൽ ഒരു മാറ്റ് ഫിനിഷ് ആയതിന് തരുന്നത്. അതുകൊണ്ട് ഓയിലി സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനും നോർമൽ സ്കിന്നിനും നല്ല രീതിയിൽ വർക്കാവും. ഡ്രൈ സ്കിന്നിലേക്ക് പോകുമ്പോഴത്തേക്ക് അവർക്ക് ഇച്ചിരി ഹൈഡ്രേഷൻ ഉള്ള സൺസ്ക്രീൻ ആണല്ലോ നല്ലത്. ഇത് ഹൈഡ്രേഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ അവർക്ക് ഇച്ചിരി കൂടെ അധികം ഹൈഡ്രേഷൻ വേണ്ടതുകൊണ്ട് ഇത് അത്ര തന്നെ കണ്ട് വർക്കാകുകയില്ല. വർക്കാവുന്നവരുണ്ട്, ചിലരൊക്കെ ഡ്രൈ സ്കിന്നുകാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് നല്ലതാണ്. പക്ഷെങ്കിൽ ഒന്നുകൂടെ പ്രൊട്ടക്ഷൻ ഹൈഡ്രേഷൻ ഉള്ള സൺസ്ക്രീൻ ആയിരിക്കും അവർക്ക് നല്ലത്. ഇത് എനിക്ക് ഡ്രൈ സ്കിന്നിന്റെ എത്രത്തോളം ഒന്നും അറിയത്തില്ല. ഇതിന്റെ ടെക്സ്ചർ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതൊരു ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ ക്രീം മോയ്സ്ചറൈസർ ക്രീമൊക്കെ പോലെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും തന്നെ പിന്നെ ഇത് കണ്ടോ, വൈകാസ്റ്റ് ഒന്നുമില്ല. ഇട്ടൊന്ന് ബ്ലെൻഡ് ആക്കി കഴിയുമ്പോഴത്തേക്കും നല്ല സ്കിന്ന് നല്ലൊരു സോഫ്റ്റ് ആവും കേട്ടോ. അതാ പറഞ്ഞ പ്രൈമറായിട്ടും കൂടി ഇത് വർക്കാവുമെന്ന്. നല്ലൊരു ബ്ലർ എഫക്റ്റ് നമ്മുടെ ഫേസിന് കിട്ടും. കണ്ട ഇങ്ങനെയാ. പിന്നെ വൈറ്റ് കാസ്റ്റ് അങ്ങനെയൊന്നുമില്ല, നല്ലതാ. ഞാനൊരു 3 ഇയർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു സൺസ്ക്രീൻ ആയത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ യൂസ് ചെയ്യുന്ന വേറെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഡോക്ടർ ഷെത്തിന്റെ നിയാസൈനമൈഡ് അതിൻ്റെ ഓയിൽ ഫ്രീ സൺസ്ക്രീൻ ഉണ്ട്. അതും നല്ലൊരു സൺസ്ക്രീനാണ്. അതും ഈ പറഞ്ഞ പോലെ കോമ്പിനേഷൻ പിന്നെ ഓയിലി നോർമല് അവർക്കെല്ലാം യൂസ് ചെയ്യാം. പിന്നെ അവരുടെ തന്നെ ഒരു വിറ്റാമിൻ C അതിൻ്റെ സെറാമൈഡ് സൺസ്ക്രീൻ ഉണ്ട്. അത് വന്ന് ഡ്രൈ സ്കിന്നിനുള്ളതായിട്ടോ. അതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ബോട്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് അത് ഡ്രൈ സ്കിന്നിനുള്ളതാണെന്ന് തോന്നി. കാരണം നമുക്ക് ഇട്ട് കഴിയുമ്പോൾ വേർക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും പറയും സൺസ്ക്രീൻ ഇടുമ്പോൾ വേർക്കും, അതുകൊണ്ട് സൺസ്ക്രീൻ ഇടത്തില്ലെന്ന്. അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ സൺസ്ക്രീൻ വാങ്ങാത്തതുകൊണ്ടാണ് സൺസ്ക്രീൻ ഇടുന്നതുകൊണ്ട് വേർക്കുന്നത്, അല്ലാതെ സൺസ്ക്രീൻ ഇട്ടിട്ട് വേർക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിന് ചേരുന്ന സൺസ്ക്രീൻ വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വേർത്തൊലിക്കുന്ന ഇഷ്യൂ ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. പിന്നെ ഓയിലി സ്കിന്നും കോമ്പിനേഷൻ സ്കിന്നും ഒക്കെയാണ് സാധാരണ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും ഒന്നൊന്ന് വേർക്കും, ഒന്ന് ഇത് ചെയ്യാം, ചുമ്മാ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് ഈ സൺസ്ക്രീനെ കുറിച്ച് അധികം ഒന്നും എനിക്ക് പറയാൻ, നെഗറ്റീവ് ഒന്നും എനിക്ക് ഇതിനെ കുറിച്ച് പറയാനില്ല. നല്ലൊരു പോസിറ്റീവ് മാത്രമേ ഉള്ളൂ കേട്ടോ പറയണം. ഇനി അടുത്ത സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഡെർമാക്കോയുടെ
1% ഹൈലറോണിക് സൺസ്ക്രീൻ അക്വാ ജെല്ല കേട്ടോ. SPF 50 PA4+ ഉണ്ട്. ഇത് വന്ന് അധികവും ഡ്രൈ സ്കിന്നിനുള്ളതാ. പക്ഷെ ഞാനിപ്പോൾ ഇത് കറന്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിപ്പം ഞാൻ നേരത്തെ ഒരു ബോട്ടിൽ വാങ്ങിച്ചു, അത് ഫുള്ളും തീർന്നു കഴിഞ്ഞ് പിന്നെ അടുത്തൊരു ബോട്ടിൽ വാങ്ങിയതാ. അതിങ്ങനെ കോംബോ ഓഫറിൽ വാങ്ങിയതാ. കാരണം ഇത് സ്റ്റോക്ക് ഉണ്ട്, കോംബോ ഓഫറിൽ അങ്ങനെ 2 വാങ്ങിയത്. നല്ല സൺസ്ക്രീൻ, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് വാങ്ങിയത്. ഇത് ഡ്രൈ സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനും നോർമൽ സ്കിന്നിനും ഒക്കെ യൂസ് ചെയ്യാം. ഓയിലി സ്കിന്നിന് എത്രത്തോളം പോകുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഇത് ഹൈലറോണിക് ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു മോയ്സ്ചർ. അവരുടെ സ്കിന്ന് ഓൾറെഡി ഒരു ഗ്ലോ ഉണ്ട്, പിന്നെ ഇതിന്റെ കൂടെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈ സ്കിന്നിന് നല്ല രീതിയിൽ വർക്ക് ആവും കേട്ടോ. ഈ സൺസ്ക്രീൻ നല്ലൊരു സൺസ്ക്രീനാണ്. ഡ്രൈ സ്കിന്നായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോളൂ. പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് ഡോക്ടർ ഷത്തിന്റെ സെറാമൈഡ് ആൻഡ് വിറ്റാമിൻ സി സൺസ്ക്രീൻ ഉണ്ട്, അതും നല്ലൊരു സൺസ്ക്രീൻ, അത് വാങ്ങിച്ച് യൂസ് ചെയ്തോളൂ. ഇതും നല്ലൊരു സൺസ്ക്രീനാണ് ഡ്രൈ സ്കിന്നിന്. ഇത് പിന്നെ കോമ്പിനേഷൻ സ്കിന്നിന് യൂസ് ചെയ്യാം, നോർമൽ സ്കിന്നിനും കൂടെ ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇതെനിക്ക് ഇപ്പം ഞാൻ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ വിന്ററിലൊക്കെ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും ഞാൻ വിന്ററിലൊക്കെ ഇതുപോലെ ഡ്രൈ സ്കിന്നിന് പറ്റുന്ന സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ആ സമയം നമ്മുടെ എല്ലാവരുടെയും സ്കിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പല ടൈമിൽ പല രീതിയിലാണല്ലോ. അപ്പം നമ്മൾ ആ സമയത്ത് ഏതാണോ നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ അതനുസരിച്ച് മാറ്റി യൂസ് ചെയ്യുക. ഇതങ്ങനെ ഒരു നല്ല സൺസ്ക്രീൻ ആട്ടോ. ഇതിൽ ഹൈലറോണിക് ആസിഡും വിറ്റാമിൻ ഇയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്, പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. ഇതിന്റെ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ നല്ലൊരു ഇട്ട് കഴിയുമ്പോൾ ഒരു ഓയിലി പോലെ തോന്നും, അത് കഴിഞ്ഞാൽ ക്വിക്കായിട്ട് ഇത് അബ്സോർബ് ആവുകയും ചെയ്യും. വേണ്ട ഇടുമ്പോൾ ഇങ്ങനെ വൈറ്റ് ഒന്നുമില്ല കേട്ടോ, ഇങ്ങനെ ഇരിക്കും ഇടുമ്പം. ഇട്ടൊരു ഫ്യൂ സെക്കൻഡിനുള്ളിൽ അത് മാറ്റായിട്ട് മാറുകയും ചെയ്യും, അങ്ങനെ വിഷയമൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് ഡെർമാക്കോടെ തന്നെ വേറൊരു സൺസ്ക്രീൻ ആണ്. 1% ഹൈലറോണിക് ആസിഡ് ലോങ് ലാസ്റ്റിംഗ് സൺസ്ക്രീൻ. ഇത് വന്ന് SPF 50 ഉണ്ട്, 4+ ഉണ്ട്. പിന്നെ 6 hours പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആട്ടോ, വാട്ടർ റെസിസ്റ്റന്റ് ഒക്കെ. പിന്നെ ഈ റീക്കോലും വാട്ടർ റെസിസ്റ്റന്റ് ആട്ടോ. ഇതിട്ട് കഴിഞ്ഞ് നമ്മൾ വേർത്താലൊന്നും സെറ്റ് ചെയ്താലൊന്നും നമ്മുടെ സ്കിന്നിന് അത് പോകില്ല, അതോടെ തന്നെ കാണും. ഇതും അങ്ങനെ തന്നെ പറയുന്നത്, വാട്ടർ റെസിസ്റ്റന്റ് സ്വെറ്റ് റെസിസ്റ്റന്റ് എന്നൊക്കെയാണ് ഇതും പറയുന്നത്. മറ്റേ റീക്കോലും അങ്ങനെ തന്നെയാണ്, നമ്മൾ വേർത്താലൊന്നും വേർക്കൊക്കെ ചെയ്യുമല്ലോ, അപ്പോഴാണെങ്കിലും അത് നമ്മുടെ ഫേസിലൊരു പ്രൊട്ടക്ഷൻ പോലെ നിൽക്കും, അല്ലാണ്ട് അത് ഒലിച്ചു പോകുന്നില്ല. ഇതും അങ്ങനെ തന്നെയാണ്. ഇത് നല്ലൊരു സൺസ്ക്രീൻ ആട്ടോ. ഇതും ഡ്രൈ സ്കിന്നിനും നോർമൽ സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനും വരെ പോകും. ഓയിലി സ്കിന്നിന് എത്രത്തോളം പോകുമെന്ന് എനിക്കറിയില്ല, കാരണം ഇതിട്ട് കഴിയുമ്പോൾ ഫേസിലൊരു ഗ്ലോ, അത് മേക്കപ്പിന്റെ ഇടയിലൊക്കെ ഇടാൻ നല്ലതാട്ടോ. നല്ലൊരു ഗ്ലോ നമുക്ക് കിട്ടും, ഈ സൺസ്ക്രീൻ ഇടുമ്പോൾ തന്നെ ഒരു ഗ്ലോ കിട്ടും. അങ്ങനെ നല്ലൊരു സൺസ്ക്രീൻ, ഇതെനിക്ക് വർക്ക് ആവുന്ന സൺസ്ക്രീൻ, അതുകൊണ്ട് ഞാൻ ഇത് എപ്പോഴൊന്നും ഞാൻ യൂസ് ചെയ്യില്ല. ഇതുപോലെ മേക്കപ്പിന്റെ അടിയിലൊക്കെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ് ഇത്. ഞാൻ റീക്കോലും നല്ലതാട്ടോ, അത് ഞാൻ മേക്കപ്പിന്റെ അടി യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതെനിക്ക് വാങ്ങിച്ചപ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നി, അപ്പോൾ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാം. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ മേക്കപ്പിൻ്റെ അടിയിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്, വിന്റർ ടൈമിലൊക്കെ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. നല്ലൊരു സൺസ്ക്രീനാണ്. പിന്നെ 6 മണിക്കൂർ പ്രൊട്ടക്ഷനും ഉണ്ട് ഡെർമാക്കോടെ. ഇതും ഡ്രൈ സ്കിന്നിനൊക്കെ യൂസ് ചെയ്യാൻ കേട്ടോ, നല്ലൊരു സൺസ്ക്രീൻ. ഇതിന്റെ റേറ്റ് വന്ന് 649 രൂപയാണ് കേട്ടോ. പിന്നെ ഇതിന്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ, ഇതിന്റെ റേറ്റ് വന്ന് 500 രൂപ. പിന്നെ ഓഫറൊക്കെ വരുമ്പോൾ ഇതിലും കുറച്ച് കിട്ടും കേട്ടോ, നമുക്ക് അതിലൊക്കെ കുറച്ച് കിട്ടും. പിന്നെ ഈ റീക്കോളിനെ സംബന്ധിച്ച് റീക്കോല് എത്ര ഓഫർ വന്നാലും വലുതായിട്ടൊന്നും കുറയില്ല, കൂടിപ്പോയ 50 രൂപ. പിന്നെ നല്ല ഓഫർ നൈക്ക, പിങ്ക് സെയിൽ അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് മാത്രം ഒരു 2 കോംബോ ഓഫർ വരും, ചിലപ്പോൾ ഒരു 100 രൂപ അത്രയൊക്കെ കുറയും, അതിക്കുള്ള ഒട്ടും കുറയല്ല. ഇതൊക്കെ പിന്നെ എപ്പോഴും ഓഫറിൽ കാണും കേട്ടോ. ഓരോ വെബ്സൈറ്റിൽ ഓഫറൊക്കെ ഇടുമ്പോഴത്തേക്ക് കോംബോ ഓഫറൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കിട്ടും. അടുത്ത എനിക്ക് പറയാനുള്ള സ്റ്റിക്ക് സൺസ്ക്രീനെ കുറിച്ചാണ്. എൻ്റെ ഇരിക്കുന്ന സ്റ്റിക്ക് സൺസ്ക്രീൻ വന്ന് ഡോട്ടാങ്കിയുടെയും ഡെർമാക്കോടെയും തന്നെയാണ്. ഞാനിത് വാങ്ങാൻ കാരണം പിന്നെ നേരത്തെ ഇപ്പം ഞാനൊരു സ്പ്രേ സൺസ്ക്രീൻ വാങ്ങിച്ചിട്ടുണ്ട്. നേരത്തെ എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ റീഅപ്ലൈ ചെയ്യണമല്ലോ, 4 മണിക്കൂർ കഴിയുമ്പോൾ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യണമല്ലോ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് പിന്നെ ക്രീം ഇടുന്ന പോലെ റീഅപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ സ്റ്റിക്ക് സൺസ്ക്രീൻ വാങ്ങിച്ചത്, റീഅപ്ലൈ ചെയ്യാൻ വേണ്ടി. റീഅപ്ലൈ ചെയ്യാൻ എളുപ്പമാണല്ലോ, അങ്ങനെ കരുതി ഞാൻ വാങ്ങിയതാ. ഇത് ഇങ്ങനെയാണ്, അങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ വരും, പ്രൊഡക്റ്റ് മേളിലേക്ക് ഇങ്ങനെ വരും. പറഞ്ഞ പോലെ ഇതിൽ വലിയ പ്രൊട്ടക്ഷൻ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് പിന്നെ സൺസ്ക്രീൻ നമുക്ക് യൂസ് ചെയ്യാൻ പ്രൊട്ടക്ഷൻ കാണുമായിരിക്കും, അല്ലേ പിന്നെ സൺസ്ക്രീൻ ആയിട്ട് അവർ ഇറക്കത്തില്ലോ. PA+, 4+ ഒക്കെ തന്നെ ഇതിലും ഉണ്ട്. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇടുമ്പോൾ ഒരു ചെറിയ ഓയിലി ആയിട്ട് തോന്നും, ഇച്ചിരി കഴിയുമ്പോൾ അതങ്ങോട്ട് സെറ്റ് ആകുകയും ചെയ്യും ആണല്ലോ. അങ്ങനെ റീഅപ്ലൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചത് സ്റ്റിക്ക് സൺസ്ക്രീൻ, എളുപ്പമാണല്ലോ.
അതുപോലെ തന്നെ ഡെർമാക്കോഡ് ഇതും അങ്ങനെയാ. ഇത് ഞാനൊരു ഓഫർ അങ്ങനെ വരുന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാ. ഇത് പറഞ്ഞ പോലെ അതിനും ഇങ്ങനെ ഒരു ക്യാപ്പ് ഉണ്ട്, അതെൻ്റെ നിന്ന് മിസ്സായി പോയതാ. ഇങ്ങനെ എടുക്കുക, ഇതുപോലെ ടെസ്റ്റ് ചെയ്യുക, റീഅപ്ലൈ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. ഇതൊക്കെ അല്ലാതെ തന്നെ സൺസ്ക്രീൻ ഇടുന്നവർക്ക് എളുപ്പത്തിൽ, സൺസ്ക്രീൻ ഇടാൻ എല്ലാവർക്കും മടിയാണല്ലോ, അപ്പൊ അങ്ങനെ മടിയുള്ളവർക്ക് എളുപ്പത്തിൽ ഇട്ടുകൊണ്ട് പോകാൻ ഇത് നല്ലൊരു ഇതാ കേട്ടോ. സ്റ്റിക്ക് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, എവിടെ വേണം ഇടുകയും ചെയ്യുന്നുണ്ടോ. ഡ്രൈലോ എവിടെ വേണം പടപടാന്ന് ഇങ്ങനെ വലിച്ചിട്ടിട്ട് നമുക്ക് ഒറ്റോടെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇങ്ങനെ ഇതാക്കി പോലും കൊടുക്കണ്ട, അപ്പം തന്നെ അത് ഇതാവും. അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇത് പിന്നെ 1000 രൂപ എങ്ങാണ്ട് റേറ്റ് ഉണ്ട്. മറ്റേത് 500 എത്രയോ രൂപയാണ്. 1000 രൂപയാണ്, കുറച്ചൊക്കെ ഓഫറിൽ വരും, 800 ഒക്കെ കിട്ടും. അടുത്തത് പറയാനുള്ള സ്പ്രേ സൺസ്ക്രീനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് ഞാൻ റീൽ ചെയ്തിരുന്നു. നല്ലൊരു സൺസ്ക്രീനാണ്. ഞാൻ യാത്ര പോയപ്പോൾ അങ്ങനെ വാങ്ങിയതാ. ആദ്യമായിട്ടാണ് ഞാൻ സ്പ്രേയുടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നു. പക്ഷെ നല്ല സാധനം കേട്ടോ. ഒന്നാമത് ഇതിന്റെ ഉപയോഗം വെച്ചാൽ റീഅപ്ലൈ ചെയ്യാൻ നല്ല എളുപ്പമാണ്. നമുക്ക് സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാനാണല്ലോ പാടി പറഞ്ഞ പോലെ, അതുകൊണ്ടാണല്ലോ നമ്മൾ സ്റ്റിക്ക് കയ്യിലെടുത്ത് റീഅപ്ലൈ ചെയ്യാൻ ഭയങ്കര. അപ്പൊ ഇത് നല്ലൊരു യൂസാണ്, നല്ലൊരു ഉപയോഗകരമാണ്. നല്ല രീതിയിൽ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. പിന്നെ ക്വിക്ക് അബ്സോർബിങ് ആണ്. ഇത് വന്ന് ഡെർമാക്കോടെ 1% ഹൈലറോണിക് ക്വിക്ക് അബ്സോർബിങ് സൺസ്ക്രീൻ സ്പ്രേ ആണ്. SPF 50 PA 4+ ഉണ്ട്. നല്ല രീതിയിൽ പ്രൊട്ടക്ഷനും ഉണ്ട്. ഇതിന്റെ റേറ്റ് വന്ന് 700 രൂപയാ, ഒരു 500 ആ റേറ്റിലൊക്കെ നമുക്ക് കിട്ടും. ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്യണം. എന്നിട്ട് ഇത് മേക്കപ്പിന്റെ അടിയിലോ പുറത്തോ മേക്കപ്പ് ഇല്ലാതെയോ ഏത് രീതി വേണം നമുക്ക് യൂസ് ചെയ്യാം. ഇതിങ്ങനെ എടുക്കുക, ഷെയ്ക്ക് ചെയ്യുക, എന്നിട്ട് ഇതിങ്ങനെ മാറ്റി പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പം തന്നെ ഇത് ക്വിക്കായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഒന്നും ചെയ്യണ്ട, അപ്പം തന്നെ അത് അബ്സോർബ് ആവും. ഫ്യൂ സെക്കൻഡിനുള്ളിൽ അത് അബ്സോർബ് ആകും. അപ്പം നല്ലൊരു ട്രാവലൊക്കെ പോകുന്നവർക്ക് നല്ലൊരു സൺസ്ക്രീനാണ്, സ്പ്രേ സൺസ്ക്രീൻ. അങ്ങനെ ട്രാവൽ ചെയ്യാൻ നേരം ഞാൻ വാങ്ങിയത് സാധനം. പക്ഷെ ഇപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പുറത്തൊക്കെ പോകുന്നവർക്ക് റീഅപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്, നല്ല കുറവാകും. പിന്നെ ഇതിന് ഇങ്ങനെ ഒരു ചെറിയൊരു ക്യാപ്പ് ഉണ്ട്, അതുകൊണ്ട് ലീക്ക് ആവുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ഇതുപോലെ ഒരു ക്യാപ്പ് കൊണ്ട് അടച്ചിട്ട് പിന്നെ ഇതുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ മതി. സെക്യൂർ ആയിട്ടിരിക്കും, ട്രാവൽ ഫ്രണ്ട്ലി ആണ്. എനിക്ക് യാത്രയൊക്കെ ചെയ്തപ്പോൾ നല്ല രീതിയിൽ ഉപകാരമായിരുന്നു. നമുക്ക് റീഅപ്ലൈ ചെയ്യാനാണല്ലോ പാട്, അപ്പം തന്നെ ഇത് അബ്സോർബ് ആവുകയെ നല്ലതാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന സൺസ്ക്രീന്. നിങ്ങൾ ആരെങ്കിലും സൺസ്ക്രീൻ വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്, നിങ്ങൾ വാങ്ങിച്ചോളൂ. അഭിപ്രായങ്ങൾ നല്ലതാണേലും ചീത്തയാണേലും ഉറപ്പായിട്ട് അറിയിക്കുക. എന്നാലല്ലേ നമ്മൾ ചെയ്യുന്ന വീഡിയോ എത്രത്തോളം നല്ലതാണ് ചീത്തയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും തരിക. സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഈ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാനും മറക്കല്ലേ. ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്താലേ ഞാൻ ഇനി ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരയ്ക്കും. ബൈ.